Hello, good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ +1 ഫിസിക്സ് യൂണിറ്റ് 10 ഓസിലേഷൻസ് ആൻഡ് വേവ്സ് ആണ്. അതിൽ വേവ്സ് എന്നുള്ളൊരു പോർഷനിൽ ഉണ്ടാവുന്ന പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് അതുപോലെ തന്നെ റിഫ്ലക്ഷൻ ഓഫ് വേവ്സ് ഈ രണ്ട് ടോപ്പിക്കിനെ ബേസ് ചെയ്ത് കുറച്ച് MCQ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First one, two identical sinusoidal waves, each of amplitude 10 millimeter with a phase difference of 90 degree are traveling in the same direction in a string. ഒരു സ്ട്രിങ്ങിലൂടെ സെയിം ഡയറക്ഷനിൽ രണ്ട് സൈനസോയിഡൽ ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് സൈനസോയിഡൽ വേവ്സുകൾ ഉണ്ട്. അവയുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10 മില്ലിമീറ്ററും ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഐഡന്റിക്കൽ സൈനസോയിഡൽ വേവ്സ് ഒരു സ്ട്രിങ്ങിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അവിടെ നമുക്ക് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ രണ്ടിന്റെയും കൂടി ഒരു സം ആയിരിക്കും നമുക്ക് അതിന്റെ റിസൾട്ടന്റ് വേവിൽ വരുന്ന ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 10√2 millimeter ആണ് നമുക്ക് കിട്ടുന്ന റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കാം. രണ്ട് വേവ്സും ഐഡന്റിക്കൽ ആണ്. അപ്പൊ അവർക്ക് സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഫൈനൽ ആംപ്ലിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? A is equal to square root of a square plus b square ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടിന്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. സോ നമുക്ക് a തന്നെ രണ്ടിനും കൊടുത്തിട്ടെങ്കിൽ 2a square എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഈ സ്ക്വയറും എയിൽ ഉണ്ടാകുന്ന സ്ക്വയർ റൂട്ടും ക്യാൻസൽ ആയിട്ടെങ്കിൽ a√2 എന്ന് കിട്ടും. നമുക്ക് തന്നിരിക്കുന്നതിൽ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 10 ആണ്. സോ എന്റെ ഫൈനൽ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ്? 10√2 millimeter ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന രണ്ട് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, two waves are represented by y1 is equal to a sin omega t and y2 is equal to a cos omega t. If both waves are superimposed, then the resultant amplitude will be. അപ്പോൾ ഈ ഒരു സൂപ്പർ പൊസിഷൻ ആ ഒരു ഇതിന്റെ ഇമ്പോസ് ചെയ്യുന്ന ആ ഒരു ഇതിൽ നമുക്ക് കുറേ രണ്ട് വേവുകൾ തരും. അതിന്റെ ഫൈനൽ റിസൾട്ടന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഫൈനൽ റിസൾട്ടും ഒരു വേവിൽ നിന്ന് മറ്റേ വേവ് കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ രണ്ട് വേവ്സ് തന്നിട്ടുണ്ട്, y1 ഉം y2 ഉം തന്നിട്ടുണ്ട്. അതിന്റെ ഫൈനൽ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സോ ഓപ്ഷൻ √2a ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓപ്ഷൻ എ ആണ് റൈറ്റ്. അപ്പൊ എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് y1 തന്നിട്ടുണ്ട്, a sin omega t തന്നിട്ടുണ്ട്, y2 a cos omega t തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ y2 ന് നമുക്ക് എന്ത് ചെയ്യാം? സെയിം ഇതിലേക്ക് ഒരു ഫേസ് ഡിഫറൻസോടെ അപ്ലൈ ചെയ്യാം. a cos നെ നമുക്ക് സൈനിലേക്ക് ടേമിലേക്ക് മാറ്റുമ്പോൾ a sin omega t plus pi/2 എന്നുള്ള രീതിയിലാകാം. സോ നമുക്ക് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. a is equal to square root of a square plus b square plus 2a into b into cos 5 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് a എന്ന് പറയുന്നത് a തന്നെയാണ്. a എന്ന് പറയുന്നത് ഫസ്റ്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്, b എന്ന് പറയുന്നത് സെക്കൻഡ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്, then 5 എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ a എന്ന് പറയുന്നത് എന്താണ്? സെയിം a തന്നെയാണ് അല്ലെ. b എന്ന് പറയുന്നത് a തന്നെയാണ്. ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് pi/2 ആണ്. അപ്പൊ ഇത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? a is equal to square root of a square plus 2a into a into cos pi/2. cos pi/2 എന്താണ്? which is equal to 0 ആണ്. അപ്പൊ എനിക്ക് ഈ ഒരു ടേംസ് ഫുൾ ആയിട്ട് ഈക്വൽ ടു 0 ആകും. അപ്പൊ a square plus a square എന്ന് പറയുന്നത് 2a square ആണ് അല്ലെ. അപ്പൊ ഈ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്തെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 2a എന്ന് കിട്ടും. സോ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? √2a ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the stationary wave y is equal to 2a sin kx cos omega t in a stretched string is the result of superposition of y1 is equal to a sin kx minus omega t and. അപ്പൊ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു നമുക്ക് റിസൾട്ടന്റ് വേവ് തന്നിട്ട് ഒരു വേവും തന്ന് സെക്കൻഡ് വേവ് ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും. നമുക്കിവിടെ റിസൾട്ടന്റ് വേവ് എത്രയാണ് തന്നിട്ടുണ്ട്? y1 ഉം തന്നിട്ടുണ്ട്, y2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. 2a sin kx cos omega t ആണെങ്കിൽ നമുക്ക് ഈ പ്ലസ് മൈനസ് ഓപ്പോസിറ്റ് ഇതിലായിരിക്കും വരേണ്ടത് അല്ലെ. ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. സോ അതുപോലെയുള്ളത് ഏതാണ്? y2 ആണ് അല്ലെ. a sin kx plus omega t ഇതാണ് നമുക്ക് അതിന് വരുന്ന വേവ്. നോക്കൂ, y is equal to y1 എന്താണെന്ന് നമ്മൾ അത് എടുത്തു. അപ്പൊ നമുക്ക് y2 അതുപോലെ തന്നെ ഞാൻ ആ വാല്യൂ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വെച്ച് നമുക്ക് എന്താ കിട്ടുന്നത്? y1 plus y2 ആണ്. അപ്പൊ a sin kx minus omega t plus a sin kx plus omega t. അപ്പൊ sin a plus b എന്ന് പറയുമ്പോൾ sin a minus b, അതായത് sin a plus b plus sin a minus b is equal to 2 sin a cos b. നമുക്ക് അറിയുന്നതാണ് ട്രിഗണോമെട്രിക് ഇക്വേഷൻ. ആ ഇക്വേഷൻ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? a plus a എന്ന് പറയുന്നത് 2a ആണ്. 2a into sin kx cos omega t എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് എനിക്ക് കിട്ടുന്ന ആ ഒരു ഫൈനൽ റിസൾട്ടന്റ്. അപ്പൊ ഇതും തന്നിട്ടുണ്ട്, y1 ഉം തന്നിട്ടുണ്ട്, y2 നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, a man standing between two parallel hills claps his hand and hears successive echoes at regular interval of 1 second. If the velocity of sound is 340 meter per second and then the distance between the hill is,
രണ്ട് ഹില്ലുകൾക്ക് പാരലൽ ആയിട്ട് ബിറ്റ്വീൻ ആയിട്ട് ഒരു മാൻ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ആ മാൻ ക്ലാപ്പ് ചെയ്യാണ്. അപ്പൊ അവിടെ സക്സസീവ് ആയിട്ട് എക്കോ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ആഫ്റ്റർ 1 seconds ആണ്. വെലോസിറ്റി ഓഫ് സൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് ഹില്ലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു അസംപ്ഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അവൻ ഫസ്റ്റ് എക്കോ കേൾക്കുന്നത് ആഫ്റ്റർ 1 second ശേഷമാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഹിൽസ് ആണ് അല്ലെ. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 510 മീറ്റർ ആണ് രണ്ട് ഹില്ലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ നോക്കൂ, ആ മാൻ എന്ന് പറയുന്നത് എം ആണ്. ഈ ഒരു ഫിഗറിൽ നോക്കൂ, ഈ മാൻ എന്ന് പറയുന്നത് എം ആണ്. ദിസ് ഈസ് h1 ഹിൽ 1ഉം ഇത് h2 ഹിൽ 2 ആണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മാൻ ആൻഡ് ഹിൽ 1 ഈസ് എക്സ് എന്ന് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മാൻ ആൻഡ് ഹിൽ 2 എന്ന് പറയുന്നത് y എന്നുള്ള രീതിയിലും കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്, y എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ x ആണ്. അതായത് രണ്ട് ഹില്ലുകൾ, അതായത് ഈ ഹിൽ 2-ൽ നിന്ന് മാനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ദ ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ദ ഒറിജിനൽ സൗണ്ട് ആൻഡ് എക്കോസ് ഫ്രം h1 ആൻഡ് h2 വി റെസ്പെക്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ വരിക, t1 is equal to 2x/v and t2 is equal to 2y/v ആണ് എടുക്കുന്നത് അല്ലെ. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ നമുക്ക് ടൈം എന്ന് പറയുന്നത്, v എന്ന് പറയുന്നത് വെലോസിറ്റി ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ആ രണ്ട് ഹിൽസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, x+y ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. സോ ഈ x+y ആഡ് ചെയ്താൽ ഇപ്പൊ v/2 into t1 plus t2 എന്നാണ് കിട്ടുന്നത് അല്ലെ. v/2, അതായത് ഇതിൽ നിന്ന് x കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താ വരിക, v/t1/2 കിട്ടും. ഇവിടെ എന്ന് പറയുമ്പോൾ v/t2/2 കിട്ടും. അപ്പൊ അതിൽ നിന്ന് ഞാൻ 2 കോമൺ ആയിട്ട് എടുത്തു, v-യും കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ v/2 into t1 plus t2 ആണ് അല്ലെ. അപ്പൊ v/2 t1 plus t2, v എത്രയാണ് നമുക്കറിയാം, ഡിവൈഡഡ് ബൈ 2 into ഫസ്റ്റ് t1 എന്ന് പറയുന്നത് 1, ആഫ്റ്റർ 1 seconds എന്ന് പറയുമ്പോൾ അഗൈൻ 2 ആഡ് ചെയ്യും. അപ്പൊ 1 plus 2 വരും അല്ലെ. അപ്പൊ 340 into 3/2 that is equal to 510 meter ആണ് നമുക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു ഹിൽസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ ബാറ്റ് emits ultrasonic sound of frequency 100 kilohertz in air. If this sound meets a water surface, the wavelength of the reflected and transmitted sounds are. അതായത് ഒരു ബാറ്റ് ഒരു അൾട്രാസോണിക് സൗണ്ട് ഫ്രീക്വൻസിയിലുള്ളത് എയറിലേക്ക് എമിറ്റ് ചെയ്തിരിക്കുകയാണ് 100 kilohertz എന്ന് പറയുന്നത്. ഈ സൗണ്ട് എന്ന് പറയുന്നത് ഒരു വാട്ടർ സർഫേസിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് വരുന്ന റിഫ്ലക്റ്റഡ് വേവിന്റെയും ട്രാൻസ്മിറ്റഡ് വേവും, അതായത് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വേവ്സ് റിഫ്ലക്റ്റ് ആകും, കുറച്ച് വേവ് ട്രാൻസ്മിറ്റ് ആകും. അതിന്റെ വേവ് ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എയറിൽ 340 മീറ്റർ പെർ സെക്കൻഡും വാട്ടറിലാണെങ്കിൽ അതായത് 1500 മീറ്റർ പെർ സെക്കൻഡും ആണ്. ഓക്കെ, സോ ഓപ്ഷൻ സി 3.4 millimeter ആൻഡ് 15 millimeter ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ്. നമുക്ക് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രീക്വൻസി നമുക്ക് തന്നിരിക്കുന്നത് 100 kilohertz ആണ്. അപ്പൊ അതിനെ ഞാൻ 10 to the power 5 per seconds എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് സീറോസിനെയൊക്കെ നമ്മൾ 10 to the power ലേക്ക് കൺവേർട്ട് ചെയ്തു. Then velocity of air, velocity of sound ന്റെ velocity എയറിലുള്ളത് 340 meter per second, വാട്ടറിലുള്ളത് 1500 ആണ്. അപ്പൊ രണ്ടിന്റെയും അതായത് റിഫ്ലക്റ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് വേവ്സ് എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ആവുന്നില്ല ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് റിഫ്ലക്റ്റഡ് സൗണ്ടിന്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ലാംഡ എ അതായത് എയറിന്റെ ആണ് കൺസിഡർ ചെയ്യുന്നത്, VA/F ആണ്. സോ 340 by VA എന്ന് പറയുന്നത് 340 by F എത്രയാണ്, 10 to the power 5 which is equal to 34 into 10 to the power -4. അതായത് ഇവിടെ എനിക്ക് 0 ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഞാൻ ഇതിൽ നിന്ന് ഒരു 0 ക്യാൻസൽ ചെയ്ത് 4 ആണ്. അപ്പൊ അത് 4 മുകളിലേക്ക് പോകുമ്പോൾ എനിക്ക് -4 ആകും അല്ലെ. സോ 3.4 into അതായത് 34 എന്നുള്ളത് 3.4 into 10 to the power -3 ആക്കാം. ഇതിന് എനിക്ക് മില്ലിമീറ്റർ എന്ന് എഴുതാം. സോ 3.4 millimeter ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെ വേവ് ലെങ്ത് ഓഫ് ദ ട്രാൻസ്മിറ്റഡ് സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് വാട്ടറിലുള്ളതാണ് അല്ലെ, വാട്ടറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. VW/F, VW എന്ന് പറയുന്നത് എത്രയാണ്, വെലോസിറ്റി 1500 by 10 to the power 5 ആണ്. അപ്പൊ ഇവിടെ എനിക്ക് 3 വരും അല്ലെ. ഇവിടെ എനിക്ക് ഈ 2 zeros ക്യാൻസൽ ആവും. അപ്പൊ 15 into 10 to the power -3 എന്ന് പറയുമ്പോൾ എത്രയാണ്, 15 millimeter ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, a string fixed at its both ends vibrates in 5 loops as shown figure. ഒരു സ്ട്രിങ് നമ്മൾ രണ്ട് എൻഡും അറ്റ് ദിസ് ബോത്ത് എൻഡ്സ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഒരു സ്ട്രിങ്ങിന് രണ്ട് എൻഡും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെ വൈബ്രേറ്റ് ചെയ്തിരിക്കുന്നത് 5 ലൂപ്സ് ആയിട്ട് നമുക്ക് ഫോം ആയിരിക്കുകയാണ്. അപ്പൊ അതിൽ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സും ആന്റി നോട്ട്സും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, നോട്ട്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, 1 2 3 and 4 5. ഓക്കെ, ടോട്ടൽ നോട്ട്സ് എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് കണ്ടു, ഇതാണ് നോട്ട്സ് എന്ന് പറയുന്നത്. 1 2 3 4 and 5 and 6. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് ആണ്
6 കിട്ടുന്നത്. ആന്റി നോട്ട്സ് എന്ന് പറയുന്നതാണ് ഈ താഴെ ഞാൻ പ്രീവിയസ് സ്ലൈഡിൽ മാറ്റി പറഞ്ഞു. അതായത് നോട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു എൻഡിൽ വരുന്നതാണ് നോട്ട്സ് എന്ന് പറയുന്നത്. ഈ ഒരു ക്രസ്റ്റ് പോലെ കാണിക്കുന്ന ആ ഒരു ഫോമിനെയാണ് നമ്മൾ ആന്റി നോട്ട്സ് എന്നുള്ള രീതിയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത് 6 ഉം ആന്റി നോട്ട്സ് എന്ന് പറയുന്നത് 5 ഉം ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്റ്റീൽ റോഡ് ഓഫ് ലെങ്ത് 100 cm is clamped at the middle. The frequency of the fundamental mode for the longitudinal vibration of the rod is, അപ്പോൾ സൗണ്ടില് സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ സ്റ്റീൽ 5 km/s ആണ്. നമുക്കൊരു സ്റ്റീൽ റോഡ് തന്നിട്ടുണ്ട്, അതിന്റെ ഫ്രീക്വൻസി ഓഫ് ഫണ്ടമെന്റൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീക്വൻസി ഓഫ് ഫണ്ടമെന്റൽ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓപ്ഷൻ 2.5 kHz, സി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് L തന്നിട്ടുണ്ട് അല്ലെ, 100 cm എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് 1 മീറ്റർ ആണ്. വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 5 km/s ആണ്, അതായത് 5 × 10⁻³ m/s ആണ്. അപ്പൊ റോഡ് നമ്മൾ ക്ലാമ്പ് ചെയ്തിരിക്കുന്നത് അറ്റ് ദ മിഡിലാണ് നമ്മൾ ക്ലാമ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മിഡിൽ പോയിന്റ് എന്ന് പറയുന്നത് ഒരു നോഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ഫണ്ടമെന്റൽ മോഡില് ആന്റി നോഡ് ഈസ് ഫോംഡ് അറ്റ് ഈച്ച് എൻഡ്. രണ്ട് എൻഡിലായിരിക്കും നമുക്ക് ആന്റി നോഡ് ഫോം ആവുന്നത്. ഈ രണ്ട് എൻഡിലാണ് ആന്റി നോഡ് ഫോം ആവുന്നത്. നോഡ് എന്ന് പറയുന്നത് മിഡിലുമാണ്. ഇതാണ് നമുക്ക് അതിൽ വരുന്ന ഫിഗർ. ഈ എല്ലാണ് നമുക്ക് തന്നിരിക്കുന്ന 100 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ഓഫ് ദ 2 കോൺസിക്യൂട്ടീവ് ആന്റി നോഡ്സ് എന്ന് പറയുന്നത് എന്താണ്, L = 1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അതാണ് നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത്. അപ്പൊ രണ്ട് കോൺസിക്യൂട്ടീവ് ആന്റി നോഡുകൾ തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, λ/2 ആണ് അല്ലെ. നമുക്കറിയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 കോൺസിക്യൂട്ടീവ് ആന്റി നോഡ്സ് എന്ന് പറയുന്നത് λ/2 ആണ്. അപ്പൊ ഈ λ/2 എന്ന് പറയുന്നതല്ലേ 1 മീറ്റർ. സോ λ/2 = 1 മീറ്റർ. അപ്പൊ λ = 2 മീറ്റർ എന്ന് കിട്ടും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഫ്രീക്വൻസി ഓഫ് ദ ഫണ്ടമെന്റൽ മോഡ് ആണ്. സോ F = V/λ ആണ്. അപ്പൊ V യുടെ വാല്യൂ അറിയാം, λയുടെ വാല്യൂ നമ്മൾ ഇപ്പോൾ 2 എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. സോ വിച്ച് ഈസ് ദ ഫൈനൽ ആൻസർ 2.5 kHz ആണ് ഫ്രീക്വൻസി കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ പൈപ്പ് 30 cm ലോങ് ഈസ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ്. രണ്ട് എൻഡുകളിലും 30 cm ലോങ് ഉള്ള ഒരു പൈപ്പ് ഓപ്പൺ ആയിട്ടുള്ള ഒരു പൈപ്പാണ്. അവിടെ ഹാർമോണിക്സ് മോഡ് ഓഫ് പൈപ്പ് റെസൊനേറ്റ് ചെയ്ത് 1.5 kHz സോഴ്സിലാണെങ്കിൽ വിച്ച് ഹാർമോണിക് മോഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. റെസൊനേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി 1.1 kHz ആണെങ്കിൽ അത് ഏത് ഹാർമോണിക് മോഡിലായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു എയറിൽ ഉണ്ടാവുന്ന സ്പീഡ് ഓഫ് ദ സൗണ്ട് തന്നിട്ടുണ്ട് 330 m/s ആണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സെക്കൻഡ് ഹാർമോണിക്കിലായിരിക്കും അത് വൈബ്രേറ്റ് അല്ലെങ്കിൽ റെസൊനേറ്റ് ചെയ്യുന്നത് പറയാം. ഓക്കെ, അപ്പൊ സൗണ്ട് നമുക്ക് വെലോസിറ്റി അറിയാം, അതിന്റെ പൈപ്പിന്റെ ലെങ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. അത് ഓപ്പൺ പൈപ്പാണ്, അത് രണ്ട് ബോത്ത് എൻഡും ഓപ്പൺ ആണ് അല്ലെ. അപ്പൊ ഫ്രീക്വൻസി ഓഫ് ദ nth ഹാർമോണിക്കൽ ഇക്വേഷൻ F1 = NV/12 ആണ്, വേറെ N = 1 to 3 ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് N കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ F1 × 12/V എന്ന് കിട്ടും. അപ്പൊ നമുക്ക് L അറിയാം, F1 അറിയാം, V അറിയാം അല്ലെ. അപ്പൊ ഈ വാല്യൂസ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് സെക്കൻഡ് ഹാർമോണിക് ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the frequency of the tuning fork is 256 Hz. It will not resonate with the frequency of, നമുക്ക് 256-ലുള്ളതാണ് ഒരു ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി തന്നിരിക്കുന്നത്. അതിൽ റെസൊനേറ്റ് ചെയ്യാത്ത ഫ്രീക്വൻസി ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, അതായത് 730 Hz റെസൊനേറ്റ് ചെയ്യില്ല. കാരണം എന്താ നമുക്ക് നോക്കാം. ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി നമുക്ക് 256 ആണ്. അപ്പൊ അത് റെസൊനേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസീസ് എന്തൊക്കെയും 1 × 256, 2 × 256, 3 × 256 എക്സെട്ര ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് 256 ആണ്. 2 × 256 എന്ന് പറയുന്നത് 512 ആണ്. 3 × 256 എന്ന് പറയുന്നത് എത്രയാണ്, 768 ആണ്. അപ്പൊ നമുക്ക് 738 എന്ന് വന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഫ്രീക്വൻസിയിൽ ഈ ഫോർക്ക് എന്ന് പറയുന്നത് റെസൊനേറ്റ് ആകില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ ഗിറ്റാർ സ്ട്രിംഗ് ഈസ് 90 cm long and has a fundamental frequency of 124 Hz. To produce a fundamental frequency of 186, the guitar should be pressed. Okay, അപ്പോൾ ഒരു 90 cm ആണ് ആ ഒരു ഗിറ്റാറിന്റെ സ്ട്രിങ്ങിന്റെ ലെങ്ത്. ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി 124 ആണ്. നമുക്കൊരു 186 ഹെർട്സിൽ അതിനെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഗിറ്റാർ എന്ന് പറയുന്നത് ഏത് ഇതിലായിരിക്കും നമുക്ക് പ്രസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, 60 സെന്റിമീറ്ററിലാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് L1 തന്നിട്ടുണ്ട് 90, F1 ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, F2 ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, L2 അതായത് ലെങ്ത് ഓഫ് ദ ഗിറ്റാർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ ലോ ഓഫ് ലെങ്ത് അനുസരിച്ച് F1 L1 = F2 L2 ആണ്. അപ്പൊ ഇതിൽ നിന്ന് L2 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് F1 L1/F2 which is equal to F1 എന്ന് പറയുന്നത് 124 × 90 / 186 that is equal to 60 സെന്റിമീറ്ററിലാണ് നമുക്ക് ആ ഒരു ഗിറ്റാർ എന്ന് പറയുന്നത് പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് 186-ലുള്ള ഫ്രീക്വൻസി നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ രണ്ട് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.